യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. സ്നേഹം എന്തല്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള 8 കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ 4 കൂട്ടുകാരെ കുറിച്ചാണ്. പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ 1 കൊരിന്ത്യർ 13 അധ്യായം 7 വാക്യത്തെക്കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ 4 കൂട്ടുകാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ വേദഭാഗം നമുക്ക് വായിക്കാം. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അഗപ്പേ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സാധാരണയായിട്ട് ആളുകൾക്ക് സ്നേഹമുണ്ട്, പക്ഷേ ഈ സ്നേഹം ദൈവത്താലുള്ള ആ സ്നേഹത്തിലൂടെ സ്പർശിക്കപ്പെട്ട് നമ്മളുടെ സ്നേഹം വ്യവസ്ഥയില്ലാത്തതായ സ്നേഹമാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സ്നേഹമാണ് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോക സ്നേഹമല്ല നമ്മളിൽ വരേണ്ടത്. ലോകസ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ലോകസ്നേഹം ദൈവസ്നേഹത്തോട് ശത്രുത്വമാകുന്നു. ഈ ലോകസ്നേഹം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലോകസ്നേഹം അതോടെ കോൺഫ്ലിക്റ്റ് ആകുകയാണ്. എന്നാൽ ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായ ഈ അഗപ്പേ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരണം. ഇതാണ് അഗപ്പേ സ്നേഹം അഥവാ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹം. ദൈവസ്നേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിൽ വ്യവസ്ഥകളില്ല എന്നുള്ളത്. ശത്രുക്കളായിരിക്കുമ്പോഴേ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മൾ ക്രൂശിൻ്റെ വൈരികളായിരിക്കുമ്പോഴേ അവൻ നമ്മെ സ്നേഹിച്ചു. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ യാതൊരു യോഗ്യതയും ഈ ദൈവസ്നേഹത്തിന് ആസ്പദമല്ലായിരുന്നു. നമ്മൾ ആരാണ്, നമ്മുടെ കളറ്, നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ വർണ്ണം ഒന്നും ദൈവത്തിൻ്റെ പ്രശ്നമല്ല. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത യാതൊരു വ്യവസ്ഥയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായ ഈ ദൈവസ്നേഹത്തിൻ്റെ 4 കമ്പാനിയൻസ് അത് ആരൊക്കെയാണെന്ന് നമ്മളിവിടെ വായിക്കുന്നു. 1, എല്ലാം പൊറുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ ക്ഷമയെ കാണിക്കുക. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമ കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം അവൻ തൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. മറ്റൊരു വേദഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ടിരിക്കുന്നു. അതിനർത്ഥം ആരും ഇനി കാണാതെ വണ്ണം, ദൈവം പോലും അതിനെ ഇനി ഓർക്കാതെ വണ്ണം ദൈവം അതിനെ അപ്രസക്തമാക്കി കളഞ്ഞിരിക്കുക. ഇതുപോലെ തന്നെ നാമും മറ്റുള്ളവരോട് ക്ഷമ കാണിക്കണം. ചിലപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ നിന്നോട് ക്ഷമിച്ചു എങ്കിലും പണ്ടത്തെ ഒന്നും ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് പറയാറുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു പെർഫെക്റ്റ് ഫോർഗിവ്നെസ് അല്ല, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്ഷമയല്ല. എന്നാൽ അഗപ്പേ സ്നേഹത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരാളോട് ക്ഷമിച്ചെങ്കിൽ ആ ക്ഷമ എന്നേക്കുമുള്ള ക്ഷമയാണ്. ഇനി നമ്മളത് ഓർക്കുകയില്ല. രണ്ടാമത്തെ കാര്യം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാം വിശ്വസിക്കുന്നു. എന്താണ് എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം? ഇവിടെ ഈ ഒരു വാക്കിന് ഒരു നെഗറ്റീവ് മീനിങ് കൂടെ കടന്നു വരാം. ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ അർത്ഥം. മറിച്ച് നമ്മെക്കുറിച്ച് ഒരാൾ അപവാദം പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ ആ അപവാദങ്ങളെ വിശ്വസിക്കരുത്. മറിച്ച് നമ്മൾ അതിൻ്റെ തെളിവ് ചോദിക്കണം. ഇന്ന് ആളുകൾ പൊതുവെ യേശുവിനെ പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ ആളുകൾ പൊതുവെ അതങ്ങ് വിശ്വസിക്കും. കാരണം ആളുകൾ എപ്പോഴും നെഗറ്റീവുകളുടെ പുറകിലാണ്. ദോഷമായി ചിന്തിക്കുവാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയല്ലേ കാണുന്നത്? ഒരു കുറ്റം കേട്ടാൽ നമ്മൾ അതാദ്യം വിശ്വസിക്കും. ഒരു നല്ലത് കേട്ടാൽ നമ്മൾ അതിന് സമയമെടുക്കും വിശ്വസിക്കാൻ വേണ്ടി. ഇന്ന് അനേക കുടുംബങ്ങളും അനേക സഭകളും അനേക സമൂഹങ്ങളും തകർന്നു പോകുന്നത് ഈ ഏഷണിക്ക് മുമ്പിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഗപ്പേ സ്നേഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അപവാദം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ അപവാദം പറയുന്ന ആളെ അല്ല വിശ്വസിക്കുന്നത്, മറിച്ച് ആരെക്കുറിച്ച് അപവാദം പറയുന്നുവോ അയാളെക്കുറിച്ച് വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ തെളിവ് ചോദിക്കുന്നു, സംശയ നിവാരണം ചോദിക്കുന്നു. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ശരിയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ
ഇതാണ് ഈ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. എല്ലാം വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് എല്ലാം പ്രത്യാശിക്കുന്നു, നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളെ നോക്കിക്കൊണ്ട് നമ്മൾ പറയണം, നിരാശയുടെ വാക്കല്ല പറയേണ്ടത്, പ്രത്യാശയുടെ വാക്ക് നമുക്ക് പറയണം. നമ്മളുടെ വീടിനെ നോക്കിക്കൊണ്ട്, നമ്മുടെ സമൂഹത്തെ നോക്കിക്കൊണ്ട് പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയെല്ലാം തന്നെ വളരെ ഫലവത്തായി തീരുന്നത്. ദോഷം നിനക്ക് സംഭവിക്കുകയില്ല എന്നുള്ളത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം. എല്ലാം ശുഭകരമായി തീരും, എല്ലാം ശുഭതയുള്ളതായി തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് എല്ലാം സഹിക്കുന്നു, എൻഡ്യൂഴ്സ് എന്നുള്ള ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിലിറ്ററി പദമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരാൾ എപ്പോഴും അദ്ദേഹം ആക്രമണങ്ങളെ നേരിടുകയാണ്, എപ്പോഴും ആക്രമണ ഭീഷണിയുടെ മുമ്പിലാണ്. പക്ഷേ അതിനു മുമ്പിലെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം ഒരു ലക്ഷ്യം മുമ്പിലുണ്ട്. ഒരു വിജയത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന അമ്പുകളെ ഒഴിഞ്ഞു മാറി ഇനിയും അമ്പുകൾ മുന്നോട്ട് വരും എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻഡ്യൂർ ചെയ്ത് നിൽക്കുകയാണ്, സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എത്രത്തോളം അപവാദങ്ങൾ പറഞ്ഞാലും, എത്രത്തോളം കുറ്റങ്ങൾ പറഞ്ഞാലും, എത്രത്തോളം വേണ്ടാത്തത് പറഞ്ഞാലും സഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടെങ്കിൽ അത് അഗപ്പേ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. ആമായിൻ അഗപ്പെല്ലാവൂ, ഞാൻ വാസ്തവത്തിൽ ഈ അഗപ്പേ സ്നേഹത്തിലാണോ? ദൈവസ്നേഹത്തെ അനുഭവിച്ച് ആ ദൈവസ്നേഹത്തിന് മാതൃകയായി ജീവിക്കുന്നവർ എല്ലാവരും തന്നെ ഈ അഗപ്പേ സ്നേഹത്തിലാണ്. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ആ വി ഇൻ അഗപ്പെല്ലാവൂ, നമ്മൾ ഓരോരുത്തരും ഈ അഗപ്പേ സ്നേഹത്തിൽ വ്യവസ്ഥയില്ലാതെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ സ്നേഹിക്കുവാൻ കഴിയുന്നതായ ഒരവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളൊരു കാര്യം ഇന്ന് മനസ്സിലാക്കുന്നു, ഏറ്റവും പെർഫെക്റ്റ് ലവ് എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ശത്രുക്കളായിരിക്കുമ്പോഴേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, യാതൊരു വ്യവസ്ഥയുമില്ലാതെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. നിന്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അഗപ്പേ സ്നേഹത്തിലേക്ക്, ഈ ദൈവസ്നേഹത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരെ അപ്രകാരം സ്നേഹിക്കാൻ കഴിയാത്തവരാണെങ്കിൽ, ഈ 4 കൂട്ടം കാര്യങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ നന്മകളെല്ലാം ഉണ്ടാകുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളെ സന്ധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ, നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.